സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ കടന്നു വരുവാനും ഇവിടെ ദൈവദാസരുടെ കുടുംബത്തോടും സാറിൻ്റെ കുടുംബത്തോടും ലോക ദൈവജനത്തോടും കൂടി എൻ്റെ ജീവൻ്റെ ബലമായ എൻ്റെ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സത്യത്തിൽ ആത്മാവിനെ സ്തുതിപ്പാൻ ദൈവം എന്ന ഒരു സാവകാശം കൂടി ദൈവം ഒരുക്കിയതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല പ്രാവശ്യം കൂട്ടായ്മയിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ അബുദാബിയുടെ പ്രദേശത്ത് നിന്ന് നാട്ടിൽ കടന്നു വരുവാൻ ദൈവം അവസരം ഉണ്ടാക്കി. അടുത്ത ശനിയാഴ്ച തിരിച്ച് അബുദാബിയിലേക്ക് കടന്നു പോകാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നു. പാസ്റ്റർ അപ്പോൾ പറഞ്ഞു ഒരു അല്പനേരം ഒന്ന് വചനം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ഞാനും കർത്താവിൽ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ്. അത്രയും ഒരു ആത്മാവിൽ ഉള്ളൊരു ബന്ധം വളരെ വർഷങ്ങളായിട്ട് പാസ്റ്ററായിട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും ആത്മാവിലുള്ള റെസ്പെക്റ്റ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ, അതനുസരിച്ചേ പറ്റൂ. അപ്പോൾ ഈവൻ ദോ എൻ്റെ സിറ്റുവേഷൻ എനിക്ക് വരാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു എങ്കിലും പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം അതിൽ കൂടി മറ്റുള്ളവർക്കും എനിക്കും എൻ്റെ ആത്മീയ ജീവിതത്തിനും മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിനും അതൊരു അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ച് കർത്താവിൽ ആശ്രയിച്ച് ഇന്ന് രാവിലെ കാലം കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ പ്രിയ മാതാവ് 89 വയസ്സുണ്ട്. അമ്മ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. പെട്ടെന്ന് ഷുഗർ കൂടി ഒരു 600ഓളം ആയി. അങ്ങനെ കിഡ്നിക്ക് അത് അഫക്റ്റ് ചെയ്തു. 2 കിഡ്നിയിലും പസ് വന്ന് കൂടി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു പെട്ടെന്നൊരു സർജറി ചെയ്താലും റിസ്ക്, ചെയ്തില്ലെങ്കിലും റിസ്ക്കാണ്. അപ്പോൾ നമ്മളോട് എന്താണെന്നുള്ളത് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ മിനിഞ്ഞാന്ന് എമർജൻസി ആയിട്ട് 2 കിഡ്നിയിലും ട്യൂബ് ഇടാനായിട്ട് ഇടയായി. പസ്സിനെ ഡ്രെയിൻ ചെയ്ത് ഈ മൂത്രമൊക്കെ ഇങ്ങനെ കാതിലൂടെയാണ് പോകുന്നത്. ആൾക്ക് അനസ്തീഷ്യയിൽ നിന്ന് ഫുള്ളി അങ്ങ് റിക്കവർ ആയിട്ടില്ല. പിന്നെ സോഡിയം ഇങ്ങനെ കുറഞ്ഞിട്ടിരിക്കുന്നു. എനിവേ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിനോളം ആക്കിയിരിക്കുന്നു. 2025 ജാനുവരി മാസം ആദ്യ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. 2025 11-ാം മാസം തീരുന്നതിന് മുൻപായിട്ട് അമ്മയ്ക്കൊരു ചെറിയ പ്രയാസത്തിൽ കൂടി കടന്നു പോകേണ്ടുന്നൊരവസ്ഥ പരിശുദ്ധാത്മാവ് കാണിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്ന എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്. അവൻ വിശ്വാസത്തിലല്ല, നമ്മുടെ ആൻ്റണി ബ്രദറിൻ്റെ മോൻ്റെ വൈഫിൻ്റെ ഫാദർ എൻ്റെ അമ്മായിയുടെ മോനാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യും. ഫാസ്റ്റിന് അറിയാമത്. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജോസെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കാണിക്കുന്നു. ഇതിൻ്റെ ഇടയിലും ജൂണിലും ഇതുപോലെ തന്നെ അമ്മയ്ക്ക് കാല് ഫ്രാക്ചറായിട്ട് വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോയി. അതിൽ നിന്നെല്ലാം ദൈവം വിടിവിച്ചു. മെഡിക്കൽ സയൻസ് പറഞ്ഞ് നമുക്ക് കാല് താഴെ കുത്താൻ ഒരു ചാൻസ് ഇല്ല, ഇത്രയും പ്രായമായതുകൊണ്ട് സർജറി ചെയ്യാതെ കാല ഫ്രാക്ചർ കൂടാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരുണയുടെ ബോധ്യ പ്രകാരം അമ്മ കാല് കുത്തി സർജറി ഇല്ലാതെ കാല് കുത്തി നടന്നു തുടങ്ങി. നടക്കാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം പോലെ ദൈവം ചെയ്യട്ടെ എന്ന് ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രാർത്ഥന ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഇന്നത്തെ ഇവിടെ നമ്മൾ പല ദേവദാസൻ്റെ മെസ്സേജ് കേട്ടു, പ്രിയ സിസ്റ്ററിൻ്റെ മെസ്സേജ് കേട്ടു, സാറിൻ്റെ പാട്ട്, ആരാധനയുടെ പാട്ട് എല്ലാം വളരെ അനുഗ്രഹമായ രീതിയിൽ നടക്കാൻ ദൈവം സഹായിച്ചു. നമ്മുടെ ആത്മാവിൻ്റെ വർധനവിനും ആത്മാവിൻ്റെ വളർച്ചയ്ക്കും അത് അനുഗ്രഹമായി തീരാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ, അതിൻ്റെ ഓരോ അർത്ഥങ്ങളും വാക്കുകളും നമ്മൾ നോക്കിയാൽ ദൈവം എങ്ങനെയാണ് നമ്മളെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവം, ഉള്ളംകരത്തിൽ വഹിച്ച് നടത്തുന്ന ഒരു ദൈവം. അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ്, ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മളിൽ കൂടെ അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ദൈവം നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നും നമ്മുടെ ജാതീയ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഇത്രത്തോളം നമ്മളെ ആക്കിയിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മളെക്കാൾ എത്രയോ വിദ്യാഭ്യാസ സമ്പന്നരും
എത്രയോ ധനവാന്മാർ നമ്മളെക്കാൾ അധികമായിട്ടുള്ളവരുണ്ട്. എന്നാൽ ആ സ്ഥാനത്തൊക്കെയും അതിൽ നിന്നൊക്കെയും നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ വലിയ ഭാഗ്യം, നമ്മുടെ വലിയ ഭാഗ്യം, ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനൊരു സാക്ഷ്യം 12 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. 1993 മാർച്ച് മാസം 24-ാം തീയതി രാത്രി 2:45 സമയം ഞാനൊരു ദൈവശബ്ദം കേട്ടാണ് ദൈവത്തിലേക്ക് വന്നത്. ആ ഒരു കേട്ട ശബ്ദത്തിന്മേൽ അതെന്താണ് എങ്ങനെയാണ് എന്നും എനിക്കറിയില്ല. RC ബാക്ക്ഗ്രൗണ്ടിൽ വളരെ സ്ട്രോങ് ആയിട്ട് കത്തോലിക്ക സഭ മാത്രമാണ് സത്യമായ സഭ എന്ന് ആ നിമിഷം വരെയും വിശ്വസിക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പെന്തിക്കോസ്തെന്ന് കേട്ട് കഴിഞ്ഞാൽ ഓടുമായിരുന്നു. അത്രയും എതിർപ്പായിട്ട് നിന്നൊരു വ്യക്തിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിച്ചു. ആ കേട്ട ശബ്ദത്തിൻ്റെ മേൽ ഞാൻ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് ആ വിശ്വാസം ഇംപ്ലാന്റ് ചെയ്തതുകൊണ്ട് ആത്മാവിൻ്റെ ധൈര്യത്തിൽ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും സ്നാനപ്പെടുവാനും കുടുംബമായിട്ട് സ്നാനപ്പെടുവാനും അഭിഷേകം പ്രാപിപ്പാനും ആ വർഷം തന്നെ ദൈവം കൃപാവരത്താലും നിറച്ച് അന്ന് തൊട്ട് ഇന്ന് വരെയും ദൈവകൃപയുടെ വ്യാപാരത്താൽ ദൈവത്തിൻ്റെ കരുണയുടെ ബന്ധപ്രകാരം ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അനേകരോട് സുവിശേഷം പറയുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം തരുന്ന ആലോചനകൾ അറിയിക്കാനും ഒക്കെയും ദൈവം സഹായിക്കുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റേതായിട്ട് എൻ്റെ കഴിവോ മിടുക്ക വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം ഓരോ ദിവസവും നടത്തപ്പെടുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വാക്യം ആണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ സ്വീകരിച്ചതുപോലെ അവനിൽ നടപ്പിൻ, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പിൻ. ഇവിടെ പ്രിയ സിസ്റ്റർ ശുശ്രൂഷകർ പറയുന്നുണ്ടായിരുന്നു, ക്രിസ്തുവിൻ്റെ വെളിച്ചം എന്താണ്, വെളിച്ചം, ആ വെളിച്ചത്തിൻ്റെ ഫലങ്ങൾ എന്താണ് എന്നെല്ലാം സിസ്റ്റർ നല്ലൊരു മെസ്സേജ് നമുക്ക് തന്നു ഓൾറെഡി. എന്നാൽ ഈ ക്രിസ്തുവിൻ്റെ വെളിച്ചം എങ്ങനെ നമുക്ക് ആ വെളിച്ചം നമ്മളിൽ കൂടി അത് പ്രദർശിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും? എങ്ങനെയാണ് ആ ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മളിൽ കൂടി അത് ലോകത്തിന് പ്രകാശിപ്പിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് പൗലോസപ്പോസ്തലൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ക്രിസ്തു യേശുവിനെ സ്വീകരിച്ചതുപോലെ അവനിൽ നടപ്പിൻ, അവനിൽ വേരൂന്നി, റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ഫസ്റ്റ് ആരെങ്കിലും ഒരു ചെടിയോ ഒരു വൃക്ഷമോ എവിടെയെങ്കിലും മണലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈ ലാൻഡിൽ ആരെങ്കിലും നടുമോ? ഇല്ല. നമുക്ക് അതിനകത്ത് നട്ടാൽ ആ വൃക്ഷമോ ആ ചെടിയോ കുറച്ച് കഴിയുമ്പോൾ അത് വാടിപ്പോവും. ഈവൻ നമ്മൾ വെള്ളം ഒഴിച്ചാൽ പോലും വളമിട്ടാൽ പോലും അത് മണ്ണിലേക്ക് റൂട്ട് ആ ചെടിയുടെ വേര് അല്ലെങ്കിൽ കൊമ്പ് മണ്ണിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നമ്മൾ ലോകപ്രകാരം നമ്മൾ കാണുന്നത്. എന്നാൽ അത് നല്ല ഒരു മണ്ണിനകത്ത് അതിന് വളരുന്ന ഒരു അനുയോജ്യമായ ഒരു മണ്ണിൽ ഒരു വൃക്ഷമോ അല്ലെങ്കിൽ ഒരു ചെടിയോ നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്താലും വളം ഇട്ടാലും അതിൻ്റെ റൂട്ട് ഈ കീഴ്പോട്ട് ഇറങ്ങി ആ മണ്ണിലുള്ള സകല മിനറൽസും അത് അബ്സോർബ് ചെയ്ത് ആ ചെടിയോ അല്ലെങ്കിൽ ആ വൃക്ഷമോ നല്ല രീതിയിൽ വളരുവാനും ഓൺ ടൈമിൽ തക്ക സമയത്ത് അതിൽ നിന്ന് നമുക്ക് ഫലം കാണുവാനും ഫലം പ്രകടിപ്പിക്കാനും ആ ഫലം അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും, ഇപ്പോൾ മാങ്ങയാണോ ചക്കയാണോ എന്ത് ഫ്രൂട്ടാവട്ടെ എന്ത് ഫലമായിരുന്നാലും അത് മറ്റുള്ളവർക്ക് ഉപകാരമായി തീരുവാനായിട്ട് സാധിക്കുന്നു. ചില വൃക്ഷങ്ങളുടെ ഫലങ്ങളാണെങ്കിലും ഇലകളാണെങ്കിലും നമ്മൾ ചില രോഗങ്ങൾക്ക് വരെ അതിന് ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. എന്നതുപോലെ തന്നെ ഇവിടെ പൗലോസ് പറയുന്നു, നമ്മൾ കർത്താവിൽ വേരൂന്നി, കർത്താവിൽ നമ്മളുടെ ജീവിതം നമ്മളുടെ ജീവിതം കർത്താവിൽ മാത്രം വേരൂന്നി അതിൽ നമ്മൾ വളർന്ന്
മറ്റുള്ളവർക്ക് അത് പ്രകാശമായി തീരുവാൻ, മറ്റുള്ളവർക്ക് നമ്മളിൽ ഉള്ള ക്രിസ്തുവിൻ്റെ ആ മണ്ണ് വേര്, ആ മണ്ണിലുള്ള മിനറൽസ് അബ്സോർബ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ ജീവിതം കർത്താവിൽ വേരുമ്പോൾ കർത്താവിൻ്റെ സകല ക്വാളിറ്റീസും നമ്മളിലേക്ക് അബ്സോർബ് ചെയ്ത് ആ ക്വാളിറ്റീസ് കർത്താവിൻ്റെ വെളിച്ചം നമ്മൾ മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് സാധിക്കും. അതിന് നമ്മളുടെ ജീവിതം ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മൾ ഫോക്കസ്ഡ് ആവാതെ നമുക്കൊരു കാര്യവും നമുക്കത് എന്താ പറയുക അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് വിതക്കാരൻ്റെ ഒരു ഉപമ. മത്തായിയുടെ സുവിശേഷം നമ്മുടെ 13-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. വിതക്കാരൻ വിത്ത് വിതയ്ക്കാനായിട്ട് പോയി പലയിടങ്ങളിലും വിത്ത് വിതച്ചു. അത് മണ്ണിൻ്റെ അടിയിലും മുള്ളിൻ്റെ അടിയിലും എല്ലായിടത്തും വീണ അവസാനം നല്ല നിരത്തും നമ്മൾ വായിക്കുന്നു. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? ആരുടെ ആയിരുന്നു അവിടെ ആ ഡീഫോൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആ വിതക്കാരൻ ശരിക്കും അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ഫോക്കസ്ഡ് ആയിട്ട് ആ നല്ല നിലത്ത് തന്നെ വിത്ത് എല്ലാവരും വിതച്ചിരുന്നുവെങ്കിൽ ആ വിത്തിൽ ഒന്നുപോലും കുറയാതെ വിത്ത് മുഴുവനും വിതയ്ക്കേണ്ട നല്ല നിലത്ത് വിതച്ച് നല്ല ഫലം കൊയ്യുവാനായിട്ട് സാധിക്കുമായിരുന്നു. അത് പക്ഷേ ഫോക്കസ് തെറ്റിയതുകൊണ്ട് പലയിടങ്ങളിലും പോയി ആ വിത്ത് നശിച്ചു പോകേണ്ട വന്നു. ചിലത് പക്ഷി കൊത്തിക്കൊണ്ടുപോയി, ചിലത് ഉണങ്ങിപ്പോയി. അങ്ങനെ അതിൻ്റെ ആ വിത്തിൻ്റേതായുള്ള ഗുണം, വിത്തിൻ്റേതായുള്ള ഫലം കാണുവാൻ സാധിക്കാതെ അത് പലയിടങ്ങളിലും കിടന്ന് നശിച്ചു പോയി. എന്നതുപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ഇനി നമ്മൾ ഫോക്കസ്ഡ് ആണോ? നമ്മൾ ക്രിസ്തുവിൽ ഫോക്കസ്ഡ് ആണോ? ക്രിസ്തുവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ലൈഫിൻ്റെ ക്രമീകരണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവുമുള്ള ജീവിതത്തിൻ്റെ ശൈലി എങ്ങനെയാണ്? ആ ക്രിസ്തുവിൽ കൂടി ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തിട്ടാണോ നമ്മൾ പോകുന്നത് എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടതാവും. എന്നാൽ മാത്രമേ ക്രിസ്തുവിൽ നമുക്ക് റൂട്ടഡ് ആകുവാൻ സാധിക്കുകയുള്ളൂ. വേറൊരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ജനിച്ചു എന്ന് കേട്ടപ്പോൾ ഇടയന്മാർ യേശുവിനെ കാണുവാനായിട്ട് പോയി. പക്ഷെ അവരെ നക്ഷത്രം കണ്ട ഫോക്കസ് വെച്ചിട്ടാണ് അവർ പോയത്. ഇടയ്ക്ക് അവരുടെ ഫോക്കസ് തെറ്റിയപ്പോൾ അവർ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ എത്തുവാനിടയായി. അതുകൊണ്ട് ഹേരോദാവ് ശത്രുവിൻ്റെ പാളയത്തിലേക്ക് പോകേണ്ട ഒരു അവസരം അവരുടെ ഫോക്കസ് തെറ്റിയപ്പോൾ വന്നതുകൊണ്ട് ആ കാലയളവിൽ ജനിച്ച അനേകായിരം കുഞ്ഞുങ്ങൾക്ക് മരണം സംഭവിക്കുവാനായിട്ട് ഇടയായി. ഇതേ സെയിം തന്നെ നമ്മളുടെ ക്രിസ്തുവിലുള്ള ഫോക്കസ് എവിടെയാണോ തെറ്റിപ്പോകുന്നത്, എപ്പോഴാണോ തെറ്റിപ്പോകുന്നത്, അതുമൂലം പലതരത്തിലുള്ള ലോകപ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കും അതുപോലെ നമ്മോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും അവരിലേക്കും അത് പ്രവേശിക്കുവാനായിട്ട് ഇടയായി. നമ്മളിലുള്ള ക്രിസ്തുവിൻ്റെ ക്വാളിറ്റി ആ വിത്ത് നശിച്ച പോലെ ക്രിസ്തുവിൻ്റെ ക്വാളിറ്റി അത് നശിച്ചു പോകുവാനായിട്ട് ഇടയാകും. പിന്നെ നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ടല്ലോ, പ്രാകൃത മനുഷ്യന് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ മഹത്വീകരിക്കാതെ ഇരുന്നത് കൊണ്ട് പ്രാകൃത മനുഷ്യന്മാരെ പോലെയായി. അതുപോലെ തന്നെ എബ്രായ ലേഖനം 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് പിന്നെ നമ്മൾ പരിശുദ്ധാത്മാവിന് എതിരായിട്ട് പോയാൽ പിന്നെ അതിൽ മുള്ളും പറക്കാരെയും മാത്രമേ ജനിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചു, അവനിൽ വേരൂന്നി അവൻ പറയുന്ന പ്രകാരം നടന്ന് ആത്മീയ വർധന, നമ്മുടെ ആത്മാവിൻ്റെ വളർച്ച പ്രാപിച്ച് ആത്മീയ വർധന പ്രാപിച്ചും അത് മറ്റുള്ളവർക്ക് പ്രകാശമായി തീർന്ന് മറ്റുള്ളവരെ നമുക്ക് നേടുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനും വളർത്തിയെടുക്കുവാനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് നമുക്കതിന് സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ നമ്മളോട് പ്രബോധിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് വിശ്വാസത്തിൽ ഉറയ്ക്കണമെന്ന്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചാൽ നമുക്ക് ആ വിശ്വാസം മുഖാന്തരം എന്താണ് വിശ്വാസം എന്നതോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡെഫിനിഷനാണ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം നമ്മൾ എന്ത് ആശിക്കുന്നുവോ ആ ആശിക്കുന്ന വിഷയത്തിൻ്റെ മേലുള്ള ഒരു ഉറപ്പാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം.
അതുപോലെ തന്നെ നമ്മൾ കാണാത്ത കാര്യങ്ങൾ ക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം നമുക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഒരു നിശ്ചയമാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പോൾ അതും വർദ്ധിച്ചു വരണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്. പിന്നെ പറയുന്നു സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലായ്പ്പോഴും തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, എപ്പോഴും പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എന്ന്. ഇത് രണ്ടും ചെയ്തിട്ട് ഒരാൾ ഇപ്പം നല്ലൊരു വിശ്വാസിയാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, സ്തോത്രം ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ദൈവം ഇഷ്ടം ക്രിസ്തു യേശുവിൽ കൂടി ദൈവം നമ്മളോട് കാണിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രസാദം നമ്മൾ വരുവാനായിട്ട് അതിനൊരു പൂർണ്ണത വരികയില്ല. ആ പൂർണ്ണത വരണമെങ്കിൽ നമ്മളെല്ലായ്പ്പോഴും സ്തോത്രം ചെയ്ത് സ്തോത്രത്തിൽ കവിഞ്ഞും 50-ാം സങ്കീർത്തനത്തിനകത്ത് പറയുന്ന പോലെ തന്നെ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്ന പ്രകാരം തന്നെ ക്രിസ്തുവിൻ്റെ നാമം നമ്മളിൽ കൂടി മഹത്വപ്പെടുവാൻ നമ്മൾ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കേണ്ടവരാകുന്നു. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം അതിനകത്ത് എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ് 4-ാം അധ്യായം 30, 31, 32 വാക്യം ഒന്ന് വായിക്കാം. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകമണിയോട് സദൃശ്യം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്, എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്ന ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിക്കാൻ തക്കോണം വലുതായ കൊമ്പുകളെ വിടുന്നു. അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർ കേൾക്കാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞതുമില്ല. തനിച്ചായിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ചെറിയൊരു കടുകുമണി. നമ്മൾ കടുകുമണിയെക്കുറിച്ച് പല സ്ഥലത്തും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ചെറിയൊരു കടുകുമണിയോടാണ് ദൈവരാജ്യത്തെ ഉപമിച്ചിരിക്കുന്നത്. ഈ ചെറിയ കടുകുമണി അത് മണ്ണിൽ നട്ടു, അത് വളർന്നു ഏറ്റവും വലിയ ഒരു ചെടിയായിട്ട് വൃക്ഷമായിട്ട് മാറി. അതിൽ മറ്റുള്ളവർക്ക്, പക്ഷികൾക്കും പറവകൾക്കും അത് വളരെയധികം ആശ്വാസവും അനുഗ്രഹവും പ്രൊട്ടക്ഷനും എല്ലാം കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചിലപ്പോൾ പലരും പെന്തിക്കോസ്തായതിൻ്റെ പേരിനകത്ത് നമ്മളെ ഒത്തിരി ചെറുതായി കാണുകയും ഒത്തിരി അപമാനിക്കുകയും നമ്മളെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പുകയും ഇതെല്ലാം ഈ അവസ്ഥയോടൊക്കെ ഞാൻ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. മറ്റുള്ളവർ, നമ്മുടെ റിലേറ്റീവ്സ് നമ്മളെ ഒറ്റപ്പെടുത്തി നമ്മളെ കണ്ടാൽ മിണ്ടില്ല, നമ്മുടെ പ്രിയ കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാരെല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോയപ്പോൾ 2002 എഴുതിയ ഒരു പാട്ടിൻ്റെ 2 വരികളാണ് ഞാനിവിടെ തുടക്കത്തിനകത്ത് പാടിയത്. വളരെയധികം ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോയ ഒരു അവസ്ഥയിൽ ദൈവം തന്ന 5 മിനിറ്റ് കൊണ്ട് തന്ന ഒരു പാട്ടായിരുന്നു ആ പാട്ട്. അന്നത് റിലീസാക്കിയായിരുന്നു. ഇപ്പം അത് മോനൊന്നും കൂടി എടുത്ത് ചെയ്തതാണെന്നുള്ളൂ. അങ്ങനെ ഒത്തിരി ഈ ക്രിസ്തുവിൻ്റെ പാതയിലേക്ക്, ക്രിസ്തുവിനെ അറിഞ്ഞ നിമിത്തം ഒത്തിരി നിന്ദകളിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അത് ഈ നാട്ടിലെ, ഈ ദേശത്താണെങ്കിലും അബുദാബിയുടെ പ്രദേശത്താണെങ്കിലും ഒത്തിരി പ്രയാസത്തിൽ കൂടെയൊക്കെയും കടന്നു പോകേണ്ടി വന്നു. അതിനൊക്കെയും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മറ്റുള്ളവർ നമ്മൾ തള്ളിക്കളയുമ്പോൾ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇന്നത് നമുക്കത് ശരിക്കും പാസ്റ്റർ പറഞ്ഞതുപോലെ എത്ര പേർക്ക് കർത്താവ് നമ്മളറിയാതെ നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പ്രിയ പാസ്റ്ററോട് പറയുകയുണ്ടായി. എന്നതുപോലെ ഓരോ വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പാസ്റ്ററിൻ്റെ വിഷയത്തിനാണെങ്കിലും മെയ് മാസം 23, 24-ാം തീയതി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് അറിയിച്ചൊരു ആലോചനയായിരുന്നു, പാസ്റ്ററിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല, പാസ്റ്ററിൻ്റെ ഹെൽത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, വളരെയധികം ഒരു ഡിസ്ട്രസ്ഡ് സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നതെന്ന്. പിറ്റേ ദിവസം ഞാൻ പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ എന്നോട് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, അതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറെ പോയി കാണാം. പാസ്റ്റർ ഇത്രയും മാത്രം മറുപടി വിട്ടു, സിസ്റ്ററെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് പാസ്റ്റർ ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു, ഓപ്പറേഷൻസ് കഴിഞ്ഞു,
പാസ്റ്ററിന് സംസാരിക്കാനായിട്ട് പ്രയാസം. സംസാരിക്കണമെന്നുണ്ട്, എന്നാൽ സംസാരിക്കാൻ ആ നാവിന്മേൽ ഉള്ള ശക്തി പുറത്തേക്ക് എടുക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പോൾ ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോൾ ജോയ്സ് പറഞ്ഞു, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കാമോ, ബോട്ടിമിൽ വിളിച്ച് പ്രാർത്ഥിക്കാമോ എന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ഒരു സ്പിരിറ്റ് കാണിച്ചു തന്നത്, പാസ്റ്റർ എത്രയോ ദേശത്ത് പോയിട്ട്, ഇന്ത്യയുടെ അകത്തും ഇന്ത്യക്ക് വെളിയിലും പോയി എത്രയോ ദേശത്ത് പോയിട്ട് ദൈവത്തിൻ്റെ നാമത്തെ പോഷിക്കുകയും ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. കുറച്ച് ടെറിട്ടോറിയൽ സ്പിരിറ്റ് പാസ്റ്ററുടെ നാവിനെ ബാധിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു. ഇനിയും നിന്റെ നാവും കൊണ്ട് നിന്റെ ദൈവത്തിൻ്റെ നാമം എടുക്കുവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു സ്പിരിറ്റ് ബാധിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു. അതിനെ ശാസിച്ച് പ്രാർത്ഥിച്ച് പിന്നെ പാസ്റ്റർ വളരെ എനർജറ്റിക് ആയിട്ട്, ഈവൻ അത്രയും ഓപ്പറേറ്റഡ് സ്റ്റേജിനകത്ത് ആയിരുന്നുവെങ്കിലും, പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റേജിനകത്ത് ആയിരുന്നുവെങ്കിലും വളരെ എനർജറ്റിക് ആയിട്ട് പാസ്റ്റർ സംസാരിക്കാനായിട്ട് ദൈവം ഒരു കൃപ കൊടുത്തു. എല്ലാത്തിനും ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇത്രത്തോളമൊക്കെ നമ്മൾ സഹായിച്ചു. ഇവിടെ ഒരു കടുകുമണി വളർന്നു. കടുകുമണി എന്ന് പറഞ്ഞു വന്നത്, ഇപ്പം മറ്റുള്ള വ്യക്തികൾ നമ്മളെ ഏറ്റവും ചെറുതായിട്ട് കണ്ടിരുന്നാലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മൃഗത്തിന് ഞങ്ങൾ നിന്നേക്കാൾ കൂടുതൽ ഞങ്ങൾ വില കൽപ്പിക്കും. എൻ്റെ സ്വന്തം റിലേറ്റീവ്സ് എന്നോട് പറഞ്ഞ കാര്യമാണ്. ഒരു മൃഗത്തിന് കൊടുക്കുന്ന വില പോലും നിനക്ക് ഞങ്ങൾ തരികില്ല എന്ന് ഞാൻ വിശ്വാസം വന്ന സമയത്ത്, നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യരും എന്നോട് മിണ്ടില്ല, ഒരു മനുഷ്യരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ വചനം എടുത്തുകൊണ്ട് എനിക്ക് ദൈവാത്മാവ് കേൾപ്പിക്കുന്ന പറയുന്ന ഭവനങ്ങളിൽ കയറി പോയി ഞാൻ വചനം പറയുമായിരുന്നു. ഒത്തിരി അച്ഛന്മാരുടെ അടുത്ത്, ഒത്തിരി വിദ്യാസിമാരുടെ അടുത്ത് എല്ലാം വചനം പറയാനായിട്ട് ദൈവം സഹായിച്ചു. ദൈവത്തിന് മഹത്വം. അപ്പം എന്നതുപോലെ നമ്മളെ എത്ര ചെറുതാക്കി മറ്റുള്ളവർ കണ്ടാലും ദൈവത്തിലാണ് നമ്മൾക്ക്, ക്രിസ്തുവിലാണ് നമ്മൾ വേരൂന്നി നമ്മുടെ ജീവിതം നമ്മൾ വളർത്തിയെടുക്കുന്നതെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനും അവരെ വളർത്തിയെടുക്കുവാനൊക്കെയും ദൈവം നമ്മളിലുള്ള ആ വളർച്ച കൊണ്ട് നമുക്കത് സാധിക്കാനായിട്ട് ഇടയാകും. അങ്ങനെ ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. അതുപോലെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്പോഴും എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, ഇപ്പം ക്രിസ്തുവിലാണോ നമുക്ക് പ്രതികൂലമുണ്ട്, പ്രതികൂലമില്ലാത്തൊരു ക്രിസ്തീയ ജീവിതമില്ല. ഞാൻ കുറ്റായിട്ട് പറയുന്നതല്ല കേട്ടോ, ഒരു പാരമ്പര്യ ചില പെന്തിക്കോസ്ത് സഭക്കാർ പറഞ്ഞ ഇതാണ്, വൺസ് ക്രിസ്തുവിലായാൽ ഒരു പ്രതികൂലമില്ല, ഒരു രോഗമില്ല. അത് ആ വ്യക്തി ഒരു പാപം ചെയ്തിട്ടായിരിക്കും ആൾക്ക് രോഗം വരുന്നത്. ആ വ്യക്തി ദൈവമായിട്ടൊരു ബന്ധമില്ലാത്തത് കൊണ്ടായിരിക്കും ആ വ്യക്തിക്ക് കടബാധ്യതകൾ വരുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം അങ്ങനെ എന്ന് മുൻവിധി എഴുതുന്ന ഒത്തിരി ദൈവമക്കളെ ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ യാത്ര, ക്രിസ്തുവിൽ കൂടിയുള്ള യാത്ര വളരെ ക്ലേശകരമായ യാത്രയാണ്, അല്ലെങ്കിൽ വളരെ ക്ലേശകരമായ ഒരു ജീവിതമാണെന്ന്, എങ്കിലും അതിനകത്ത് ക്ലേശത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതല്ല, അതിൽ കൂടിയുള്ള വിജയം, ക്ലേശകരമായ ജീവിതത്തിൽ കൂടി പൗലോസ് തന്നെ പറയുന്നുണ്ട്, നമുക്ക് കഷ്ടതയിൽ കൂടി നമുക്ക് ജയം തരുന്ന ഒരു ദൈവമത്തെയാണ് നമ്മൾ സേവിക്കുന്നതും. നമ്മുടെ ജീവിതം അതുപോലെ ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവരെ നേടി മറ്റുള്ളവർക്ക് പ്രകാശം കൊടുത്ത് ദൈവരാജ്യത്തിന് കെട്ടുപണിക്കായിട്ട് നമ്മളെ തന്നെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ച ഒരു ആലോചനയായിരുന്നു, ഇങ്ങനെ വിറക് അടക്കി വെച്ചിരിക്കുന്ന അവസ്ഥ. നമ്മളെന്തിനാ പാസ്റ്റർ വിറക് വെക്കുന്നത്? വിറക് എന്തിനാ? നമ്മൾ ഒരു വിറക് വെട്ടിയെടുക്കണമെങ്കിൽ എത്രയോ കഷ്ടപ്പാടുണ്ട് അല്ലേ? മരം വെട്ടി അത് ഉണക്കി അതിന് ചെറുതായിട്ട് കഷ്ണിച്ച് ഉണക്കിയെടുത്ത് നമ്മൾ ആ വിറക് വെക്കുക. ആ വിറക് നമ്മൾ എന്തിനു വെക്കുന്നു? വിറക് അടുപ്പിൽ വെച്ച് തീ കത്തിച്ചാൽ മാത്രമേ ആ വിറകിൻ്റെ ഉപയോഗം വരുള്ളൂ, എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അന്ന് ദേവാലയം പറഞ്ഞ പോലെ ഇന്നും പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, ചിലവർക്ക് ദൈവം നല്ല കൃപകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിനെ അടക്കി വെച്ചിരിക്കുന്നു, കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥ.
ആ കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അതിനെ പൊട്ടിച്ച് അത് വിറക് നമുക്ക് അടുപ്പിൽ വെച്ച് കത്തിച്ച തീ കത്തിക്കുന്ന പോലെ ആത്മാവിൽ കത്തി ആ കെട്ടിയിരിക്കുന്ന അവസ്ഥയിൽ വിട്ട് ആത്മാവിൽ കത്തി അതിനെ ഉപയോഗപ്രദമാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമുക്കൊരു ഡയമണ്ടോ ഗോൾഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, അതുകൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ടാവും. എന്നാൽ അതിൻ്റെ മീതെ ചാരം പോലെ മൂടിക്കിടന്നാൽ, ഇപ്പോൾ സ്വർണം മണ്ണിൻ്റെ അടിയിൽ കിടന്നാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. ആ സ്വർണത്തെ നമ്മളെടുത്ത് അതിനെല്ലാം മോഡിഫിക്കേഷൻ ഏതെല്ലാം പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ട് പോകണോ അതെല്ലാം ചെയ്ത് അതിനെ മിനുക്കിയെടുത്താൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കാണുള്ളൂ. ഇതേ സെയിം തന്നെ ഇതുപോലെ ഒത്തിരി പേര് ദൈവം ചില ഡയമണ്ട് രത്നങ്ങളായിട്ട് ദൈവം കണ്ടിരിക്കുന്നു. പക്ഷെ അത് ശോഭിക്കാത്ത വിധത്തിനകത്ത് അത് അതിൻ്റെ വേണ്ട രീതിയിൽ അത് ഷൈൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിനകത്ത് ചാരം മൂടി കിടക്കുന്ന അവസ്ഥയെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. അതിൽ നിന്നും പുറത്തു വരേണ്ടതാകുന്നു. എന്നാൽ മാത്രമേ ആ ഡയമണ്ടായിരിക്കുന്ന ആ ഒരു സ്റ്റേജ് നമുക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ കർത്താവിൽ ഫോക്കസ്ഡായിട്ട് നമ്മളെല്ലാവരും കർത്താവിൻ്റെ വരവ് വരെ അതുവരെ ജീവിക്കുന്നെങ്കിൽ അതുവരെയും നമുക്ക് ദൈവം തരുന്ന ആയുസ് വരെയും കർത്താവിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വായിക്കുന്ന സമയം കൊണ്ടാണ് നമ്മൾ സുവിശേഷത്തിനകത്ത് വായിക്കുന്നുണ്ട്. ദേവാലയത്തിലേക്ക് ക്രിസ്തു വന്നപ്പോൾ അവിടെ ദേവാലയത്തിൻ്റെ അകത്ത് കാണാൻ പാടില്ലാത്ത ഒന്നാണ് കർത്താവ് കണ്ടത്. അതായത് കച്ചവടക്കാർ പലതരത്തിൽ കച്ചവടം ചെയ്യുന്നവരെ കർത്താവ് കണ്ടു. കർത്താവ് എന്ത് ചെയ്തു? അവരെ ആ പീഠങ്ങളെ മറിച്ചിട്ടു. അവിടെ സ്നേഹത്തോടെ അല്ല കർത്താവ് ചെയ്തത്. അവിടെ കർത്താവിൻ്റെ അധികാരം കർത്താവ് ഉപയോഗിച്ചു. ആത്മാവിലെ അധികാരം ഉപയോഗിച്ച് അവരെ പുറത്താക്കി എന്നതുപോലെ തന്നെ അത് കർത്താവ് ആത്മാവാകുന്നു. അതുകൊണ്ട് വേറൊരു എന്താ പറയുക, ഒരു സപ്പോർട്ട് അവിടെ ആവശ്യമില്ല. നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് പ്രാപിച്ച് അതിൽ നമ്മൾ വളർന്ന് ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ആത്മാവ് നമ്മളിൽ കയറിയാൽ, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഒന്ന് നമ്മളുടെ ശരീരത്തിനകത്തോ ആത്മാവിനകത്തോ ചിന്തയിലോ തോട്ടിലോ എന്തിനകത്തെങ്കിലും കയറിയാൽ അതിനെ പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൽ നമ്മൾ അതിനെ മറിച്ച് കളയണം. നമ്മുടെ ശരീരത്തിൽ നിന്നും അതിനെ ഓടിച്ച് പറഞ്ഞ പോലെ ആ ഇരുളിൻ്റെ വ്യാപാര മണ്ഡലത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് കർത്താവ് അവരുടെ പീഠങ്ങളെ മറച്ചിട്ടതുപോലെ തന്നെ നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നു. ഈ ദേവാലയത്തിൽ ദൈവികമല്ലാത്ത ഒരു വ്യാപാരവും നടത്തുവാൻ ഒരു സ്പിരിറ്റിനെ അനുവദിക്കാനായിട്ട് നമുക്ക് പാടില്ല. അത് ഏതെങ്കിലും തോട്ടിനകത്തോ പ്രവൃത്തിയിലോ പ്ലാനിങ്ങിലോ എന്തെങ്കിലും, ഇപ്പം നമ്മൾ പ്രവൃത്തി ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ശത്രു പോവില്ല. നമ്മുടെ പ്ലാനിങ്ങിനകത്ത് ദൈവികമല്ലാത്തൊരു പ്ലാൻ നമ്മൾ അല്ലെങ്കിൽ ഒരു ചിന്തയിൽ വന്നാൽ മതി, ആ ശത്രു അവിടെ കിടന്നത് ആ സ്പിരിറ്റ് ജയമെടുക്കും. അങ്ങനെ വരുമ്പോൾ ആത്മാവിൽ നമ്മൾ ബലപ്പെട്ട് ആത്മാവിൻ്റെ ശക്തിയിൽ വളർന്ന് ആ സ്പിരിറ്റിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറിച്ച് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ തന്നെ ഫോക്കസോടുകൂടി മുന്നോട്ട് പോയി ദൈവഹിതം നിറവേറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രത്തോളം സമയം അനുവദിച്ച ദേവദാസും കുടുംബത്തിനും ദൈവമക്കൾക്കും സഭയോട് ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തെ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവനാമം